ഇസ്ലാം മതവിശ്വാസികളെ ക്രിസ്തുവിശ്വാസത്തിലേക്ക് മതം മാറ്റിയെന്ന് ആരോപിച്ച് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ ഒരു സുവിശേഷ പ്രവർത്തകനെ വെട്ടിക്കൊലപ്പെടുത്തി. ഉഗാണ്ടയിലെ ബുഡക ജില്ലയിലാണ് സംഭവം. സൈക്കിളിൽ വീട്ടിലേക്ക് മടങ്ങവെയാണ് ഇസ്ലാമിസ്റ്റുകൾ യോവാബു സബകാക്കിയെ പിന്തുടർന്ന് ആക്രമിച്ച ശേഷം വെട്ടിക്കൊലപ്പെടുത്തിയത്. കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി ഫോണിലൂടെ ഇദ്ദേഹത്തെ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയിരുന്നതായി സബകാക്കിയുടെ ഭാര്യ നമ്പലുക വെളിപ്പെടുത്തി. നിന്റെ പ്രസംഗം ഞങ്ങളുടെ ആളുകളെ ക്രിസ്തു മതത്തിലേക്ക് നയിക്കുന്നുണ്ടെന്നും അതുകൊണ്ട് ഇത് അവസാനിപ്പിച്ചില്ലെങ്കിൽ കൊന്നുകളയുമെന്നാണ് ഇവർ അന്ന് പറഞ്ഞതെന്നും നമ്പലുക പറഞ്ഞു. സബകാക്കിക്കൊപ്പം താനും ഉണ്ടായിരുന്നെന്നും ആക്രമണത്തിന് തൊട്ടു മുൻപ് അത്ഭുതകരമായി രക്ഷപ്പെട്ടതാണെന്നും ഡേവിഡ് എൻഗോബ എന്നയാൾ പറഞ്ഞു. മോട്ടോർ സൈക്കിളിൽ പിന്തുടർന്ന അക്രമി സംഘം വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നുവെന്നും എൻഗോബ വെളിപ്പെടുത്തി. നിന്റെ സമയമായി, നിന്റെ ദൈവത്തോട് പ്രാർത്ഥിക്ക് എന്ന് ആക്രോശിച്ചുകൊണ്ടായിരുന്നു അക്രമകാരികൾ ഇദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയതെന്നും എൻഗോംബ ഭയത്തോടെ പറഞ്ഞു. സബകാക്കിയെ എംബാലയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും യാത്രാമധ്യേ തന്നെ മരിച്ചിരുന്നു. ഉഗാണ്ടയിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട മതം സ്വീകരിക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പു നൽകുന്നുണ്ട്.